പിന്നിട്ട വഴികൾ നോക്കുമ്പോൾ ഇത്രമാത്രം ദുർഘടമായ പാതകൾ താണ്ടിയാണ് ഇന്നിവിടെ ബിന്ദുകൃഷ്ണ എത്തിയിരിക്കുന്നത്. തീർച്ചയായും ഒരുപാട് ദുർഘടമായ പാതകളുണ്ട്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം അതൊന്നും ഒരു തടസ്സമല്ല. നമ്മൾ അങ്ങ് പോവുക, നമ്മൾ നേരെ നോക്കി ജെനുവിനായി, സത്യസന്ധമായി, ആത്മാർത്ഥമായി ഇത്തരം കാര്യങ്ങൾക്കൊന്നും കുറുക്കു വഴികളില്ല. കഠിന പ്രയത്നം മാത്രമാണ്. ഇപ്പം നാളെ മന്ത്രിയാവുമെന്ന് പറഞ്ഞ് പ്രവർത്തിച്ചിറങ്ങിയ ആളൊന്നുമല്ല ഞാൻ. പക്ഷേ നമ്മളതത് കാലത്ത് ഏൽപ്പിക്കപ്പെടുന്ന ഉത്തരവാദിത്വമാണ്. ജീവിതത്തിലുണ്ടാകുന്ന പ്രതിസന്ധി, അപ്പോൾ ഒരു പ്രതിസന്ധി ജീവിതത്തിലുണ്ടാകുമ്പോൾ വിഷമമൊക്കെ വരും. പക്ഷെ തൊട്ടടുത്ത നിമിഷം അതിനെങ്ങനെ മറികടക്കാം എന്നാണ് ആലോചിക്കുന്നത്. നീന്തി പോയിക്കൊണ്ടേയിരിക്കും. കൊല്ലത്തെ സംബന്ധിച്ചൊരു കാര്യം റിപ്പോർട്ട് ചെയ്യാൻ പോകുമ്പോൾ നമ്മൾ അവിടുത്തെ ഒരു മൂഡ് എന്താ മനസ്സിലാക്കണം. നമ്മൾ കശുവണ്ടി തൊഴിലാളികളുടെ അടുത്തേക്ക് പോകും, അവർക്ക് എന്താണ് പറയാനുള്ളത്, അത് കൃത്യമായി ആ മൂഡിനെ പ്രതിഫലിപ്പിക്കുന്നതായിരിക്കും ഇലക്ഷനുമായിട്ടൊക്കെ ബന്ധപ്പെട്ടാണെങ്കിൽ. അങ്ങനെ ഉള്ള ഒരു കുടുംബത്തിൽ നിന്ന് വന്ന് കൊല്ലത്തിൻ്റെ മന്ത്രിയായി മാറുകയാണ്. എല്ലാവരെയും സംബന്ധിച്ച് ഒരു പ്രചോദനമാണത്. ഞാനതൊന്നും അത്ര വലിയ മഹത്വപൂർണ്ണമായ കാര്യമാണ് തോന്നില്ല. എൻ്റെ അച്ഛനും അമ്മയും ജോലി ചെയ്യുന്ന കൂട്ടത്തിൽ കൂടെ സഹായിക്കുക, അത് പഠനം കൊണ്ട് ശരിയാണ്. പക്ഷേ ഒന്നിനു വേണ്ടി മറ്റൊന്നും ഒരിക്കലും മാറ്റി വെച്ചിട്ടില്ല. പഠനത്തിൽ വീഴ്ച വരുത്താതെ പരമാവധി ജോലികൾ അച്ഛനും അമ്മയും സഹായിച്ച് ആ ദിവസം ഇപ്പോഴായാലും ഞാൻ വീട്ടിൽ ചെന്നാൽ എൻ്റെ വീട്ടിലെ കാര്യങ്ങൾ പെട്ടെന്ന് ചെയ്യുക എന്നുള്ളത് ഞാൻ ചെയ്യുന്ന കാര്യമാണ്. അത് ചെയ്തു പോയി കൃത്യമായി. എനിക്ക് പുറത്തൊക്കെ എപ്പോഴും ഞാൻ രാഷ്ട്രീയം ചെറുപ്പം തൊട്ടേ ഉണ്ടല്ലോ. അപ്പോൾ അതിനൊക്കെ പോകുന്ന സമയത്ത് ചെയ്യാൻ പറ്റിയില്ല, ഞാൻ പെട്ടെന്ന് രാവിലെ എഴുന്നേറ്റ് എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടാണ് പോയിട്ടുള്ളത്. അതിലൊന്നും അമ്മ കശുവണ്ടി ഫാക്ടറിയിൽ ഏത് സെഷനിലായിരുന്നു ജോലി? അമ്മ കൊട്ടിയത്തെ കാഷ്യൂ ഫാക്ടറിയുടെ 1-ാം നമ്പർ ഫാക്ടറിയിലെ ഷെല്ലിംഗ് തൊഴിലാളിയായിരുന്നു. ഞാൻ 2-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴേക്കും അമ്മയ്ക്ക് അസുഖമായി. അതിനുശേഷം പിന്നെ പോയിട്ടില്ല. അവിടെ വേറൊരു കാര്യം കൂടിയുണ്ട്. അമ്മ തൊഴിൽജന്യമായ രോഗമായി ബന്ധപ്പെട്ട ഇരുന്ന് തൊഴിലെടുക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് രോഗമായി സർജറി നടത്തി. സർജറിയിലൊരു കൈപ്പിഴ കണ്ടാണ് ഞങ്ങളുടെ ജീവിതം മാറ്റിമറിച്ച് ബുദ്ധിമുട്ടുകളും ദുരിതപൂർണ്ണമൊക്കെ കാര്യങ്ങളുണ്ടായത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ESI ആനുകൂല്യം കിട്ടേണ്ടതാണ്, അതിൻ്റെ കോമ്പൻസേഷൻ. പക്ഷേ കിട്ടിയില്ല. അപേക്ഷിച്ച് അച്ഛൻ അമ്മയുടെ അപേക്ഷയുമായി കയറി ഇറങ്ങാത്ത ഓഫീസുകളില്ല. ESIയുടെ ലോക്കൽ ഓഫീസ്, ജില്ലാ ഓഫീസ്, റീജിയണൽ ഓഫീസ്, അങ്ങനെ കയറി ഒന്നും കിട്ടാതെ വന്ന അവസാനം ESI കോർട്ടിൽ പെറ്റീഷൻ കൊടുത്ത് കുറേ വർഷം കേസ് നടത്തി ESI കോർട്ടിൽ അമ്മയ്ക്ക് അനുകൂലമായി വിധി കിട്ടി. അപ്പോൾ കാണാം ESI കോർപ്പറേഷൻ ഹൈക്കോർട്ടിൽ പോയി. ഹൈക്കോടതി എന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങളെപ്പോലുള്ള സാധാരണ കുടുംബത്തിലെ ആളുകൾക്ക് പോകാൻ പറ്റത്തില്ല. പക്ഷേ പാർട്ടിയുമായി ബന്ധപ്പെട്ട അഭിഭാഷകർ കുറേയൊക്കെ സൗജന്യമായി ചെയ്തു തന്നുകൊണ്ട് ഹൈക്കോടതിയിൽ പോയി. വർഷങ്ങൾ ഹൈക്കോടതി കേസ് നടത്തി. ഹൈക്കോടതി കേസ് ജയിച്ചു കഴിഞ്ഞപ്പോൾ പോകുന്നു സുപ്രീം കോടതി. നമുക്ക് സുപ്രീം കോടതി പോകാനുള്ള സാഹചര്യം അന്നൊട്ടുമില്ല. എങ്കിൽ പോലും തളരാതെ സുപ്രീം കോടതി പോകാമെന്നും പറഞ്ഞ് അതിനുള്ള തയ്യാറെടുപ്പ് നടത്തുന്നതിനിടയിൽ കോടതി സ്പെഷ്യൽ അനുവദിക്കാത്തത് കൊണ്ട് അത് തിരിച്ചു വന്നു ESI. ആ ESI കോർട്ടിൽ തിരിച്ചു വരുമ്പോൾ ഞാൻ വക്കീലായി കഴിഞ്ഞു. ഞാനാണ് ഫൈനൽ വാദം പറഞ്ഞ് എൻ്റെ അമ്മയ്ക്ക് ആനുകൂല്യം വാങ്ങിച്ചു കൊടുത്തത്. അതെന്നും സന്തോഷത്തോടെ ഓർക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ പ്രധാനമന്ത്രി ചായക്കടക്കാരനാണ് എന്ന് പറയാറുണ്ടല്ലേ. ബിന്ദുകൃഷ്ണ അച്ഛനെ സഹായിക്കാൻ ചായക്കടയിൽ ജോലി ചെയ്തിട്ട് അവിടെ നിന്നിപ്പോൾ വളർന്നതാ ഒരുപാട് പ്രതിസന്ധി ഘട്ടങ്ങൾ മറികടന്ന് ഇപ്പോൾ മന്ത്രിസ്ഥാനത്ത് വരെ എത്തി. ആ കാലം എങ്ങനെയാണ് ഓർക്കുന്നത്? ആ കാലം ശരിയാണ്. നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ എല്ലാവരും ഏകദേശം ഒരേ രീതിയിലായിരുന്നു. എല്ലാവരും അവരുടെ അച്ഛനമ്മമാർ അവരുടെ വീട്ടിലെ സാഹചര്യം. എൻ്റെ അയലത്ത് വീട്ടിലെ എല്ലാവർക്കും പശുവും ആടും അങ്ങനെയുള്ള കുറേ കുട്ടികളും അത് സഹായിക്കാൻ വേണ്ടിയുള്ള കാര്യം ഞങ്ങളുടെ വീട്ടിലും എല്ലാം ഉണ്ടായിരുന്നു. എല്ലാത്തിലും എന്താ പറയുക, ചുക്ക് വരാത്ത കഷായം ഇല്ലെന്ന് പറഞ്ഞാൽ ഞാൻ ചേരാത്ത ഒരു കാര്യമില്ല. ചായക്ക് അടിക്കാനോ? ചായ അടിക്കാൻ ഇല്ല, അത് അച്ഛനൊക്കെ അല്ലേ ചെയ്യും. അതൊന്നും ചെയ്യത്തില്ല. അതൊക്കെ പിന്നീട് വളർന്നു വന്ന് നമ്മൾ പാചകമൊക്കെ തുടങ്ങിയ സമയത്തെ അല്ലാന്നുള്ള എല്ലാ കാര്യങ്ങളും സപ്പോർട്ടീവ് സിസ്റ്റം ആണല്ലോ നമ്മൾ. ഞങ്ങൾക്ക് കൃഷി ധാരാളമായി ഉണ്ടായിരുന്നു. ഈ പറയുന്ന സമയത്തൊക്കെ തന്നെ നെൽകൃഷി അടക്കം ഉണ്ടായിരുന്നു. കറ്റ കൊയ്യാനും അടിക്കാനും അത് ചുവന്നുകൊണ്ട് പുരയിടം കുറച്ചുകൂടെ ഇവിടെ വീട്ടിലെവിടെയുണ്ട്, കുറച്ചുകൂടെ ദൂരെയുണ്ട്. ഞങ്ങളെല്ലാവരും ഒരുമിച്ചാണ് പോകുന്നത്. ഇതൊന്നും ഒരു ഭാരമല്ല, അത് പാർട്ട് ഓഫ് ലൈഫാണ്. അവിടെ നിന്ന് പഠിക്കാനും രാഷ്ട്രീയ പ്രവർത്തനത്തിനും ഒക്കെ എങ്ങനെ സമയം കണ്ടെത്തി? എല്ലാത്തിനും സമയം കണ്ടെത്തി. ചെറുപ്പകാലത്ത് ഏറ്റവും സ്കൂളിലൊക്കെ സമയത്ത് ചെറുപ്പകാലത്തൊക്കെ കൂടുതലും പാർട്ടി സമ്മേളനങ്ങൾ വല്ലപ്പോഴും വരുമ്പോഴും തെരഞ്ഞെടുപ്പ് പ്രവർത്തനമായപ്പോഴാണ് മുഴുവൻ സമയം പ്രവർത്തനം. എൻ്റെ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം എന്താണെന്ന് ചോദിച്ചാൽ അത് എന്നാണെന്ന് ചോദിച്ചാൽ എനിക്ക് പറയാൻ അറിയത്തില്ല. കാരണം ഓർമ്മ വെച്ച കാലം മുതൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിലാണ്.
എങ്ങനെയെന്ന് വെച്ചാൽ തെരഞ്ഞെടുപ്പ് ആകുമ്പോൾ അച്ഛൻ എല്ലാ വീട്ടിലും കയറി വോട്ട് ചോദിക്കാൻ പോകുമ്പോൾ അച്ഛനും അച്ഛൻ്റെ കൂടെയുള്ള മാമാരും പോകുമ്പോൾ ഞാൻ കൂട്ടത്തിൽ പോകും. നോട്ടീസ് കൊടുക്കാനാണ് ഏറ്റവും ഇഷ്ടം. ഓരോ വീട്ടിൽ ചെന്ന് ആദ്യം വാതിൽ വരണം. അത് ഇന്നത്തെ പോലെ അടുപ്പിച്ചടുപ്പിച്ച് വീടില്ല. ഒരു വീട് കഴിഞ്ഞ് കുറേ ദൂരം അങ്ങനെയൊക്കെ ആ കിലോമീറ്റർ നടക്കുന്നത് നമുക്കൊരു വിഷയമില്ല. ഓടി ഓടി വീടുകളിൽ കയറി അത് കൊടുക്കും. പിന്നെ പ്രധാനപ്പെട്ട സന്തോഷം എന്ന് പറഞ്ഞാൽ അന്ന് ഇന്നത്തെ പോലെ പ്ലാസ്റ്റിക് തോരണങ്ങളൊന്നുമില്ലല്ലോ. ഞങ്ങൾ വർണ്ണക്കടലാസ് വാങ്ങിച്ചുകൊണ്ട് വന്ന് മുറിച്ച് ചെറിയ കയറിങ്ങനെ നിവർത്തി കെട്ടും. എന്നിട്ട് അതിനകത്ത് ഒട്ടിക്കും. പശ വെച്ച് ഓരോന്ന് ഒട്ടിച്ചു. അവസാനം വർണ്ണാഭമായ തോരണങ്ങൾ സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു സംതൃപ്തിയാണ് അല്ലെങ്കിൽ സന്തോഷമാണ് ഉള്ളത്. അതായിരുന്നു എൻ്റെ രാഷ്ട്രീയം. അത് ഒക്കേഷണലായിട്ട് ഇങ്ങനെ സ്ഥിരമായി ഉണ്ടായിരുന്നു. ഒരു 5-6 ക്ലാസ് ആയപ്പോഴേക്കും അതൊക്കെ അനൗൺസ്മെൻറ്റ് പറയും. തെരഞ്ഞെടുപ്പ് സമയത്തൊക്കെ അനൗൺസ്മെൻറ്റ്. പിന്നെ അനൗൺസ്മെൻറ്റൊക്കെ ആയപ്പോഴത്തെ അടിയാണ്. അടി മീൻസ് ഓരോ മണ്ഡലത്തിലെ ആളുകളുണ്ടല്ലോ, പിന്നെ പിടിച്ചുകൊണ്ട് പോകാൻ ആളുകൾ വരും. പെൺകുട്ടികളൊന്നും പൊതുവേ സ്ത്രീകൾ അന്ന് രാഷ്ട്രീയത്തില്ല. പെൺകുട്ടികളൊക്കെ ഇങ്ങനെയൊക്കെ കിട്ടുക എന്ന് പറഞ്ഞാൽ പാർട്ടിക്കാർക്ക് ഭയങ്കര സന്തോഷം. ഒരു കൂട്ടർ വിളിച്ച് എൻ്റെ ജന്മസ്ഥലം എന്ന് പറഞ്ഞാൽ കട്ടച്ചൽ, ചാത്തന്നൂർ. അന്നത്തെ കാലത്ത് ഈ ചാത്തന്നൂർ ഞങ്ങളുടെ പുരയിടം കഴിഞ്ഞാൽ അത് അടുത്ത നിയോജകമണ്ടല്ല, നെടുവത്തൂർ നിയോജകമണ്ടല്ല, ഇപ്പുറത്ത് ചാത്തന്നൂർ നിയോജകം. ഈ മണ്ഡലത്തിലെ ആ മണ്ഡലത്തിലെ ആളുകൾ രാവിലെ വരും. ആദ്യം വരുന്ന വണ്ടി കൊണ്ടുപോകും. അങ്ങനെയൊക്കെ അനൗൺസ്മെൻറ്റ്. ഒരു 7ാം ക്ലാസ് തൊട്ടേ പ്രസംഗം തുടങ്ങി. പിന്നെ സ്ഥിരമായി പ്രസംഗം അതൊക്കെ തുടർന്നു. പക്ഷെ അന്നൊന്നും ഒരു മുഴുവൻ സമയ രാഷ്ട്രീയം അല്ല കേട്ടോ. അത് കഴിഞ്ഞ് ശരിക്കും ഔദ്യോഗിക രീതിയിൽ രാഷ്ട്രീയം തുടങ്ങുന്നത് കൊല്ലം എസ് എൻ വനിതാ കോളേജിൽ പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ തെരഞ്ഞെടുപ്പ് കാലത്ത് KSUവിൻ്റെ ഭാരവാഹിയായി, മറ്റുമാരായി. പിന്നെ ശരിക്കും മുഴുവൻ കോട്ട, അത് അതേസമയം കോട്ട, അവിടെയും കോട്ട, അതിനേക്കാൾ വലിയ കോട്ടയിലോട്ടാണ് പിന്നെ പോകുന്നത് ഡിഗ്രിയിൽ. കൊല്ലം എസ് എൻ കോളേജ് റെഡ് ഫോർട്ട് ഓഫ് SFI എന്ന് ബോർഡ് തന്നെ എഴുതി വെച്ചിട്ട് അത് അക്ഷരാർത്ഥത്തിൽ നടപ്പാക്കുന്ന കോളേജിൽ KSU എന്ന് എഴുതി കാണിച്ച് അടി കിട്ടും. വേറെ പറയേണ്ട മുദ്രാവാക്യം വിളിക്കാം. അതെ. അങ്ങനെയുള്ള കോളേജിൽ KSU പ്രവർത്തനം തുടങ്ങി. അയ്യോ എന്തൊക്കെ പ്രതിസന്ധികളായിരുന്നു. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ പഠിക്കുമ്പോൾ പോലും കലുഷിതമായിരുന്നു ആ കോളേജ്. വളരെ കുറച്ച് ദിവസം മാത്രം സമരം ഇല്ലാണ്ട് പഠിക്കാൻ പറ്റുന്ന ഒരു കോളേജ്. ഞാൻ ഓർക്കുക ഒരു സമര സമയത്താണ് ഞാൻ ശരിക്കും KSU പ്രവർത്തനം പരസ്യമായി തുടങ്ങിയത്. ഒരിക്കൽ ഒരു ABVP SFI അടി ഉണ്ടായി. കോളേജിൽ അടച്ചിടുക അനിശ്ചിതമായിട്ട് ഒരു മാസമായിട്ട് തുറക്കുന്നു. അപ്പോൾ തുറക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് KSU നടത്തിയ സമരപന്തലിലാണ് ആദ്യം ഞാൻ ഫസ്റ്റ് DC വിദ്യാർത്ഥിനിയായ ഞാൻ ചെന്ന് അന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് പെൺപിള്ളേരൊക്കെ സമരത്തിൽ വരുമോ അങ്ങനെയൊക്കെ. പിന്നീട് ഉണ്ടായത് ഒരുപാട്. അതിനു മുമ്പ് തന്നെ നോട്ടപ്പള്ളി ആയിരുന്നു. കോളേജിൽ ചെന്ന് ആദ്യത്തെ ദിവസം വൈകുന്നേരം ആയപ്പോൾ ക്ലാസ്സിൽ ഒത്തിരി മുതിർന്നു വരും. അപ്പം നമ്മളൊക്കെ ഏജ് വൈസ് ജസ്റ്റ് 16 പാസ് ചെയ്യുന്ന ക്രോസ് ചെയ്യുന്ന അതെല്ലാം ഉണ്ട്. അപ്പോൾ വളരെ സീനിയേഴ്സായ ആളുകളാണ് വരുന്നത്. അപ്പോൾ ആരാണ് SFI യൂണിയൻ നേതാക്കന്മാരാണ്. അവരൊക്കെ വീണ്ടും പഠിക്കുന്ന മീൻസ് ഫസ്റ്റ് ഡിഗ്രി അല്ല വീണ്ടും ഒക്കെ പഠിക്കുന്നവരൊക്കെ ആ കൂട്ടത്തിലുണ്ടായിരുന്നു. വന്നിട്ട് ഞങ്ങളുടെ ക്ലാസ്സിലിരുന്ന് അന്ന് ആദ്യത്തെ ഇരിക്കുന്നവരടുത്ത് ഏതോ റെസിപ്റ്റ് കൊടുക്കുന്നു, എഴുതുന്നു, ഒപ്പിടുന്നു, ഇതാക്കുന്നു, പോകുന്നു. വന്നു ഞാൻ അതിന് മുമ്പ് രാവിലെ തന്നെ പരിചയപ്പെട്ടപ്പോൾ അവരുടെ എനിക്ക് ആദ്യം രാഷ്ട്രീയം ചോദിക്കുന്നത്, എനിക്ക് എപ്പോഴും രാഷ്ട്രീയമാണ്. അപ്പോൾ സംസാരിച്ചപ്പോൾ ഭൂരിപക്ഷം പേരും കോൺഗ്രസ് കുടുംബങ്ങളിൽ നിന്ന്. ഞാൻ നോക്കുമ്പോൾ ഈ SFIയുടെ മെമ്പർഷിപ്പ് എല്ലാവരും എടുക്കുക. അവസാനം കറങ്ങി എൻ്റെ അടുത്ത് വന്നപ്പോൾ SFIയുടെ മെമ്പർഷിപ്പ് ഇത് പേരെന്തോന്നാണ് ചോദിക്കുന്നത്. SFIയുടെ മെമ്പർഷിപ്പ് ഒന്ന് പറിച്ചിട്ടുണ്ട്. പേരിന്നതാ, എഴുതാൻ വരട്ടെ, എന്താ എഴുതുന്നത്? അപ്പോൾ പറയാം അത് SFIയുടെ മെമ്പർഷിപ്പാണ്. ഞാൻ ചെയ്യും എനിക്ക് SFIയുടെ മെമ്പർഷിപ്പ് ഉണ്ട്. അതെന്താ? ഞാൻ വേണ്ട. അല്ല SN കോളേജ് പഠിക്കുന്ന എല്ലാവരും അങ്ങനെ. എന്നിട്ട് പിന്നെ ചോദിച്ചു വീണ്ടും വേണ്ടാന്ന് ചോദിച്ചു. എന്താ വേണ്ടെന്ന്? ഞാൻ KSU ആകുമ്പോൾ എങ്ങനെ SFI മെമ്പർഷിപ്പ്? KSU ഒന്നും കാര്യമില്ല, ഏത് പാർട്ടിയായാലും SN കോളേജ് പഠിക്കുക, എല്ലാവരും മെമ്പർഷിപ്പ് എടുക്കും. അപ്പം ഞാൻ പറഞ്ഞു അത് എന്തായാലും എനിക്ക് വേണ്ട, ഞാൻ KSU ആണ്, KSU മെമ്പർഷിപ്പ്. അപ്പോൾ തന്നെ മുഖം മാറി. ആദ്യം ചിരിച്ചിരിച്ച് നിന്നവരുടെ മുഖം മാറിയിട്ട് ചോദിച്ചു എന്തുകൊണ്ട് SFI എടുക്കുന്നില്ല എന്ന് പറ. ഞാൻ പെട്ടെന്ന് റെസിപ്റ്റ് വായിച്ചു. അപ്പോൾ പെട്ടെന്ന് എൻ്റെ കണ്ണിൽ ഉടക്കിയത് അതിൻ്റെ ഏറ്റവും അടിയിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു ചെറിയ അക്ഷരത്തിൽ, I shall abide by the rules and regulations of Students Federation of India. ഞാൻ പറഞ്ഞു I can't. ഇത്രയേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. പിന്നെ ഭീഷണിയായി. സംഗോളയിൽ പഠിക്കുന്ന SFI അല്ല ഇവിടെ പഠിക്കും. ഞാൻ പറഞ്ഞു SFIയുടെ കോട്ടയിലല്ല ഞാൻ അഡ്മിഷൻ വാങ്ങിയത്, അതുകൊണ്ട് ഞാൻ ഇവിടെ പഠിക്കുകയും ചെയ്യും, ഞാൻ SFI മെമ്പർഷിപ്പ്. അതിന് ക്ലാസ്സിൽ ഇരുന്ന കൂട്ടുകാരൊക്കെ കണ്ണുരുട്ടുന്നു എല്ലാവർക്കും പേടിയില്ല, കുട്ടികളല്ലേ. അന്ന് തുടങ്ങിയ അന്നാണ് പോരാട്ടം ശരിക്കും, പൊളിറ്റിക്കൽ പോരാട്ടം ശരിക്കും തോന്നുന്നത്.